യമനിലെ ഹൂത്തി വിമതരുടെ താവളങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക ഇപ്പോഴും വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. യമനിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്കൻ വ്യോമസേന ആക്രമിക്കുന്നുണ്ട്. ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതുവരെയും അതിശക്തമായ ആക്രമണം തന്നെ നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ആഴ്ചക്കുള്ളിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഹൂതികൾക്ക് എതിരെയുള്ള ആക്രമണങ്ങൾക്ക് മാത്രമായി ഏകദേശം $1 ബില്യൺ ചെലവായിട്ടുണ്ടെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അമേരിക്ക ഇതിനായി വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതോടെ അമേരിക്കൻ തന്ത്രത്തിൻ്റെ പാളിച്ചകളെയും വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ യമനിലെ സൈനിക നടപടി ഫലപ്രദമാണെന്ന് വാദിക്കുകയാണ്. നിരവധി ഹൂത്തി നേതാക്കളെ കൊലപ്പെടുത്തിയത് തങ്ങളുടെ വിജയത്തിൻ്റെ തെളിവാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് അടുത്തിടെ പറയുകയും ചെയ്തു. വിശകലന വിദഗ്ധർ കണക്കുകൂട്ടുന്നത് 80ഓളം ഹൂത്തി സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ്. എന്നിരുന്നാലും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും കടുത്ത ആക്രമണം ഉണ്ടായിട്ടും ഹൂതികളുടെ മുതിർന്ന നേതൃത്വം വലിയ തോതിൽ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം. മാർച്ച് പകുതി മുതൽ ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണം തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നടത്തുന്ന വ്യോമ ആക്രമണങ്ങൾ കൊണ്ട് മാത്രം തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അമേരിക്കയ്ക്ക് തന്നെ വിശ്വാസമില്ലെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹൂത്തികൾ ലോകത്തിലെ 1-ാം നമ്പർ സൈന്യമുള്ള അമേരിക്കയുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ പരിശീലിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ ഹൂത്തികൾ യഥാർത്ഥത്തിൽ വടക്കൻ യമനിൽ നിന്നുള്ള വളരെ ശക്തരായ ഗോത്രവർഗത്തിൻ്റെ പോരാളികളാണ്. അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ ഹൂത്തികളുടെ ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്നതിന് പകരം അവർക്ക് കൂടുതൽ ശക്തിയും ധൈര്യവും നൽകുന്നതായി തോന്നുന്നു എന്നാണ് യമനിലെ നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരേ ഒരു കാര്യം മാത്രമാണ് യമനിലെ ഹൂത്തികൾ പറയുന്നത്: പലസ്തീനിലെ ആക്രമണം നിർത്തുക. ഇസ്രയേൽ അത് തുടരുന്ന കാലത്തോളം തങ്ങളെ കൊണ്ട് ആകുന്നതുപോലെ അവസാന ഹൂതി പോരാളിയും മരിച്ചു വീഴുന്നതുവരെ പൊരുതും എന്ന് തന്നെയാണ് അവരുടെ ഉറച്ച തീരുമാനം. ആയുധശക്തിക്കും ആൾബലത്തിനും കീഴ്പ്പെടുത്താൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഹൂതികളുടെ ഈ ജന്മസിദ്ധമായ പോരാട്ട വീര്യം.